ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ BK808. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IPL മാച്ച് 57 ആണ്. 8/5/2024 നടന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് വേഴ്സസ് ലക്നോ ആണ്. സോ ഇതിലെ വെന്യൂ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദിലായിരുന്നു. പിച്ച് എന്ന് പറയുമ്പോൾ കമ്പാരിറ്റീവ്ലി ചെറിയ പിച്ചായിരുന്നു. അതുപോലെ തന്നെ ഹൈ സ്കോറിംഗ് പിച്ചാണ്. കൂടുതലും ബാറ്റ്സ്മാൻമാർ ഇഷ്ടമുള്ളൊരു പിച്ചാണിത്. അതുപോലെ പേസേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പിച്ചാണ്. ഇതേ പിച്ചിൽ തന്നെയാണ് ഹൈദരാബാദ് 267 അതുപോലെ തന്നെ 277 എടുത്ത് റെക്കോർഡ് എടുത്തത്. മുംബൈയുടെ കൂടെ ആയിരുന്നു, മുംബൈക്ക് എഗൻസ്റ്റ് ആയിരുന്നു ഹൈദരാബാദ് 277 for 3 എന്നുള്ള സ്കോർ ചെയ്തത്. കഴിഞ്ഞ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലക്നോ ക്യാപ്റ്റനായ KL രാഹുൽ ടോസ് നേടുകയും ബാറ്റിംഗ് സെലക്ട് ചെയ്യുകയുമായിരുന്നു. ടോസ് നേടി ബാറ്റിങ്ങിന് തിരഞ്ഞെടുത്തുവെങ്കിലും അവർക്ക് വേണ്ടത്ര രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായൊരു കാര്യം. അവർ ചേഞ്ച് ഉണ്ടായിരുന്നത് ഡീകോക്കിനെ തിരികെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഒരു ചേഞ്ച്. ഹൈദരാബാദിന്റെ ടീമിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ അവർക്ക് ഡീകോക്കിന്റെ വിക്കറ്റ് നഷ്ടമായി. ഭുവനേശ്വർ കുമാറാണ് വിക്കറ്റ് എടുത്തത്. ക്യാച്ച് ആയിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയാണ് ക്യാച്ച് എടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത് വൺ ഡൗൺ ഇറങ്ങിയ സ്റ്റോണിസ് ആയിരുന്നു. സ്റ്റോണിസിന്റെ വിക്കറ്റും ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഭുവനേഷ് കുമാറിന് കിട്ടുകയുണ്ടായി. അതിനുശേഷം രാഹുലാണ് ഔട്ടായത്. KL രാഹുൽ കുമിൻസിന് ബോളിൽ ഔട്ടായി. അതിനുശേഷം കുണാൽ പാണ്ഡ്യ വളരെ ഒരു റൺ ഔട്ടായിരുന്നു. പിന്നെ നിന്ന പൂരനും ബദോനിയും ഒരുപോലെ അവരെ സ്കോറിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. ഒരു 165 for 4 എന്നുള്ളൊരു സ്കോർ ലക്നോയ്ക്ക് നേടാൻ സാധിച്ചു. പക്ഷേ മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഹൈദരാബാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഭിഷേക് ശർമ്മയും അതുപോലെ തന്നെ T ഹെഡും കൂടെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം അവർ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം അവരുടെ ടോട്ടൽ സ്കോർ ഒരു 300 400 ഉള്ള ഒരു രീതിക്കാണ് സ്റ്റാർട്ട് ചെയ്ത് പോയത്. ഫസ്റ്റ് 16 ബോൾസിൽ തന്നെ ട്രാവിസ് ഹെഡ് 50 തേക്കുകയും തൊട്ടടുത്ത 19 ബോൾസിൽ തന്നെ ബദോനി 50 എടുക്കുകയും ചെയ്തു. നിഷ്പ്രയാസമായി 9.4 ഓവേഴ്സിൽ 167 for 0 എന്ന സ്കോറിൽ അവർ വിജയലക്ഷ്യം കണ്ടു. 16 ഫോറുകളും 14 സിക്സസുമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഏകദേശം ഭയങ്കര ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള പ്ലേ ആയിരുന്നു. സോ ഹൈദരാബാദിന്റെ വീണ്ടും ഒരു തവണ ഒരു പക്ഷേ ഫസ്റ്റ് ബാറ്റിംഗ് ആണ് ചെയ്തിരുന്നുവെങ്കിൽ അവർക്ക് എനിക്കൊന്ന് 300 എബോവ് സ്കോർ ചിലപ്പോൾ പോയനെ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ വിക്കറ്റ്. അപ്പം ട്രാവിസ് ഹെഡ് ആയിരുന്നു മാൻ ഓഫ് ദി മാച്ച്. 30 ബോൾസിൽ 89 റൺസ് എടുത്തു. അതുപോലെ തന്നെ അഭിഷേക് ശർമ്മയും 28 ബോൾസിൽ 75 റൺസ് എടുത്താണ് കളിച്ചത്. ഓക്കെ, സോ താങ്ക് യു.